ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് റീസെന്റായി തെലുങ്കിൽ റിലീസായ അഖണ്ഡ 2 എന്ന സിനിമയുടെ കഥയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. കഥ കേട്ട് തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഈ സിനിമയുടെ കഥ തുടങ്ങുന്നത് അഖണ്ഡയുടെ ആദ്യ ഭാഗം അവസാനിച്ച ഇടത്തു നിന്നാണ്. അഖണ്ഡ ഒരുപാട് പേരെ കൊന്നൊടുക്കിയല്ലോ, അതുകൊണ്ട് ഇന്നയെ അയാളെ ഒരു ക്രിമിനലായിട്ടാണ് കണക്കാക്കുന്നത്. ഇയാൾ പുറത്ത് കറങ്ങുന്നത് ജനങ്ങൾക്ക് വലിയ പ്രശ്നമാകും. അതുകൊണ്ട് അഖണ്ഡയെ അറസ്റ്റ് ചെയ്യാനാണ് NIA പ്ലാൻ. അപ്പോഴാണ് കൃഷ്ണമാചാര്യ അവരുടെ ഓഫീസിൽ പോയി അഖണ്ഡയെക്കുറിച്ച് സംസാരിക്കുന്നത്. മാഡം, അഖണ്ഡ നല്ലവനാണ്, ദുഷ്ടന്മാരെ മാത്രമാണ് അയാൾ കൊല്ലുന്നത്, നല്ല മനുഷ്യർക്ക് ഒരു ദോഷവും വരുത്തില്ല എന്ന് കൃഷ്ണമാചാര്യ അവരോട് പറയുന്നു. നിങ്ങൾ പറയുന്ന പോലെ എനിക്കയാളെ പിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ജോലി രാജിവെക്കുന്നു. അതിനുശേഷം കൃഷ്ണമാചാരിയും ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുകയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് അഖണ്ഡ നേരെ തന്റെ ഗുരുവിന്റെ അടുത്തേക്ക് പോകുന്നതാണ്. ഗുരു അഖണ്ഡയോട് പറയാനുള്ളത് വരാനിരിക്കുന്ന ഒരു വലിയ ആപത്തിനെ കുറിച്ചാണ്. അഖണ്ഡ, നീ ഇതുവരെ നേരിടാത്ത ഒരു വലിയ വിപത്ത് വരുന്നുണ്ട്. അതിനെ എതിർക്കാൻ നിനക്ക് അഷ്ടസിദ്ധികൾ നേടണം. നീ അഷ്ടലിംഗ രുദ്രപീഠത്തിൽ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യണം. എങ്കിലേ നിനക്ക് ദിവ്യശക്തികൾ ലഭിക്കൂ. ഒരുപക്ഷെ നിന്റെ തപസ് മുറിഞ്ഞു പോയാൽ നിന്റെ ജീവന് തന്നെ അപകടമാകും എന്നും പറഞ്ഞ് ഗുരു അവിടുന്ന് പോവുകയാണ്. ഇത് കേട്ട് അഖണ്ഡ രുദ്രപീഠത്തിൽ കഠിനമായ തപസ് ആരംഭിക്കുന്നു. വർഷങ്ങൾക്കിപ്പുറം ടിബറ്റ് ബോർഡറിനടുത്തുള്ള കുറച്ച് ആളുകളെയാണ് നമ്മൾ കാണുന്നത്. അവരെല്ലാവരും വളരെ ഹാപ്പിയായി ഡാൻസ് ചെയ്യുന്നു, ബുദ്ധനെ പ്രാർത്ഥിക്കുന്നു, ആഘോഷിക്കുന്നു. അപ്പോഴാണ് ചൈനീസ് ജനറൽ ലീയും അയാളുടെ ആർമിയും അവിടേക്ക് വരുന്നത്. യാതൊരു ദയയുമില്ലാതെ അവർ ആഘോഷിക്കുന്നവരെയും മറ്റ് ആളുകളെയും വെടിവെച്ച് കൊല്ലുന്നു. ശരിക്കും പറഞ്ഞാൽ ചൈനയുടെയും ടിബറ്റ് ബോർഡറിന്റെയും അടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ആളുകൾ ചൈനയുടെ കൺട്രോളിലാണ് ജീവിച്ചിരുന്നത്. അവർക്ക് ആ നിയന്ത്രണത്തിൽ നിന്ന് മാറി സമാധാനത്തോടെ ജീവിക്കണമായിരുന്നു. അതുകൊണ്ട് അതിലെ കുറച്ചുപേർ ഇന്ത്യയോടൊപ്പം ചേരാൻ ആഗ്രഹിച്ചു. ഇത് ലീയെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നു. കാരണം ലീക്ക് ഇന്ത്യയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതുകൊണ്ട് ഇന്ത്യയുമായി കൂട്ടുകൂടാൻ ശ്രമിക്കുന്നവരെല്ലാം ലീയുടെ ശത്രുക്കളാണ്. ഇതിനിടെ ലീയുടെ മകൻ ഇന്ത്യൻ ആർമിയുമായി ഏറ്റുമുട്ടി. അപ്പോൾ ഇന്ത്യൻ പട്ടാളക്കാർ ഒറ്റയടിക്ക് ലീയുടെ മകനെ തീർക്കുന്നു. ഈ വിവരം അറിഞ്ഞ ലീയുടെ ദേഷ്യം ഇന്ത്യയോട് ഇരട്ടിയായി. ഉടൻ തന്നെ ഇന്ത്യയെ എന്തെങ്കിലും ചെയ്യണമെന്ന് അയാൾ തീരുമാനിക്കുന്നു. മറ്റൊരു വശത്ത് ഇന്ത്യൻ പട്ടാളക്കാർ ചൈനീസ് ആർമിയെ കൊന്ന സന്തോഷത്തിൽ പതാക ഉയർത്തി ആഘോഷിക്കുകയാണ്. ഇത് കണ്ട ലീക്ക് കലിയിളകി. അവരെ ഉടൻ കൊല്ലാൻ ലീ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇന്ത്യൻ ആർമിയുമായി ഏറ്റുമുട്ടുന്നത് അത്ര എളുപ്പമല്ലെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് ഇന്ത്യയോട് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന മുൻ ജനറൽ ഓഫീസറായ ചാങ്ങിനെ കാണാൻ ലീ പോകുന്നു. കഴിഞ്ഞ 25 വർഷമായി ചാങ് ഭഗവത്ഗീതയും ഇന്ത്യയുടെ ശക്തിയും വളരെ ഡീപ്പായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അലക്സാണ്ടർ മുതൽ ഇന്നുവരെ ആർക്കും ഇന്ത്യയെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം ഇന്ത്യക്കാർക്ക് ദൈവത്തിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് ചാങ്ങും ലീയും ചേർന്ന് ഇന്ത്യക്കാർ വിശ്വസിക്കുന്ന ഭക്തിയെയും ജനങ്ങളുടെ മനസ്സിലുള്ള ദൈവവിശ്വാസത്തെയും ധൈര്യത്തെയും ഇല്ലാതാക്കാൻ പ്ലാൻ ചെയ്യുന്നു. ഇന്ത്യക്കാർ എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തെ വിളിക്കുമല്ലോ, അതുകൊണ്ട് ആദ്യം ഭക്തി ഇല്ലാതാക്കിയാൽ ഇന്ത്യ ദുർബലമാകുമെന്ന് ചാങ് കണക്ക് കൂട്ടുന്നു. അങ്ങനെ ചാങ് ഒരുപാട് കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വൈറസ് ഇന്ത്യയിൽ പടർത്തി ആളുകളെ ഇല്ലാതാക്കാൻ പ്ലാൻ ചെയ്യുന്നു. നിലവിൽ ചൈനയുടെ കൺട്രോളിലുള്ള ആ വൈറസ് ലീ തന്റെ സൈന്യത്തിലെ നിരവധി പേരെ കൊന്നതിനു ശേഷം സ്വന്തമാക്കുന്നു. അടുത്ത രംഗം കടപ്പ് കളക്ടർ ഡൽഹിയിലുള്ള പത്മാവതിയുടെ അടുത്ത് ചെന്ന് ഒരു ഷോക്കിംഗ് ന്യൂസ് പറയുന്നു. മാഡം, പ്രധാനമന്ത്രി ആരംഭിച്ച റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം നിന്ന് ശാന്തിപുരം എന്ന ഗ്രാമത്തെ ഒഴിവാക്കണം. കാരണം അവിടെ കൂടുതലും കഞ്ചാവ് കൃഷിയാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ കഞ്ചാവിന് അടിമകളാകുന്നു. അവിടെ വിളയിക്കുന്നത് ഇന്ത്യ മുഴുവൻ വിതരണം ചെയ്യുന്നുണ്ട്. ഇത് തടയാൻ പോലീസ് ശ്രമിച്ചിട്ടും അവിടുത്തെ മുൻ MLAയും മാഫിയയും ചേർന്ന് എല്ലാവരെയും ഭീഷണിപ്പെടുത്തി കീഴടക്കി. അതുകൊണ്ട് ആരും അവിടേക്ക് പോകാൻ ധൈര്യപ്പെടുന്നില്ല. അദ്ദേഹം പറയുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ഇരുന്ന പത്മാവതി ഉടൻ തന്നെ മുരളീകൃഷ്ണനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുന്നു. മുരളി വേഗം ശാന്തിപുരത്തേക്ക് പോകുന്നു. അവിടെയുള്ള വില്ലന്മാരുമായി ഫൈറ്റ് ചെയ്യുന്നു. അവിടെ കുടുങ്ങിക്കിടന്ന ആളുകളെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും രക്ഷിക്കുന്നു. കഞ്ചാവ് കൃഷി ചെയ്യുന്നവർക്ക് സ്ട്രോങ് വാർണിംഗ് നൽകി കഞ്ചാവ് കൃഷി മുഴുവൻ കപ്പിച്ച ശേഷം മുരളി അവിടുന്ന് മടങ്ങുന്നു. ഈ വിവരമറിഞ്ഞ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് മുരളിയെ അഭിനന്ദിച്ചു പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് DRDOയിൽ സയന്റിസ്റ്റ് ട്രെയിനിങ്ങിലുള്ള മുരളീകൃഷ്ണന്റെ മകൾ ജനനിയെയാണ്. ജനനി വളരെ മിടുക്കിയാണ്. വെറും 17 വയസ്സിൽ സയന്റിസ്റ്റ് ആയിരിക്കുന്ന അവൾ അസാധ്യമായ ഒരു പ്രോജക്റ്റായ ബയോഷീൽഡ് ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ പ്രോജക്റ്റിന്റെ ലീഡ് അർച്ചന ഗോസ്വാമിയാണ്. ജനനി ഉണ്ടാക്കിയ ഈ പ്രോജക്റ്റ് ഇന്ത്യൻ സൈനികർക്ക് വലിയ സഹായമാകും. അതുകൊണ്ട് ഡിഫൻസ് മിനിസ്റ്റർ ജനനിയെ അഭിനന്ദിക്കുന്നു. അതിനുശേഷം ജനനിയുടെ അമ്മായി അവളെ ഫോൺ വിളിക്കുന്നു. മോളെ, നിന്റെ ബർത്ത്ഡേ വരുന്നു, നീ വേഗം വീട്ടിലേക്ക് വരണം എന്ന് നിർബന്ധിക്കുന്നു. ഞാൻ ബിസിയാണ്, ഇപ്പോൾ വരാൻ കഴിയില്ല എന്ന് ജനനി പറഞ്ഞെങ്കിലും നീ വന്നില്ലെങ്കിൽ അച്ഛൻ വിഷമിക്കും എന്ന് പറഞ്ഞപ്പോൾ അവൾ സമ്മതിക്കുന്നു. പോകുമ്പോൾ അർച്ചനയെയും കൂടെ കൂട്ടുന്നുണ്ട്. ജനനി വീട്ടിലെത്തി മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുമ്പോൾ അവരുടെ അവസ്ഥ കണ്ട് വിഷമിക്കുന്നു. കാരണം അവരിപ്പോഴും അഖണ്ഡയെ ഓർത്തിരിക്കുകയാണ്. അഖണ്ഡ വരില്ലെന്നറിഞ്ഞിട്ടും അവർ കാത്തിരിപ്പ് തുടരുന്നു. അവർക്ക് വയ്യായികയുണ്ട്. അഖണ്ഡയെ ഓർത്തുള്ള വിഷമത്തിൽ മുത്തശ്ശിയുടെ ആരോഗ്യം വഷളായിക്കൊണ്ടിരിക്കുന്നു. ജനനി പറഞ്ഞിട്ടും അവർ ആരുടെയും വാക്കുകൾ കേൾക്കുന്നില്ല. അന്ന് രാത്രി അർച്ചന മുരളിയുമായി ചേർന്ന് മദ്യപിക്കുന്നു. അതിനുശേഷം ഇരുവരും ഡാൻസ് ചെയ്യുന്നു. എന്നിട്ട് അവരവരുടെ വഴിക്ക് പിരിയുന്നു. അടുത്തത് പൊളിറ്റീഷ്യൻ അജിത് ഠാക്കൂറിനെയാണ് കാണിക്കുന്നത്. പ്രധാനമന്ത്രിയാകാൻ കഴിയാത്തതിൽ അയാൾക്ക് വല്ലാത്ത നിരാശയുണ്ട്. പണ്ട് അയാളുടെ അച്ഛനും പ്രധാനമന്ത്രിയാകാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കാരണം കഴിഞ്ഞില്ല. അതുകൊണ്ട് ഠാക്കൂറിന് പ്രധാനമന്ത്രിയോട് ദേഷ്യമാണ്. എന്തെങ്കിലും ചെയ്ത് ജനങ്ങളുടെ കണ്ണിൽ നല്ലവനായി പ്രധാനമന്ത്രിയാകാൻ ഠാക്കൂർ പ്ലാൻ ചെയ്യുന്നു.
അതുകൊണ്ട് ഠാക്കൂർ ചാങ്ങിനെ പോയി കാണുന്നു. ചാങ്ങും ഠാക്കൂറും പഴയ സുഹൃത്തുക്കളാണ്. ഇരുവർക്കും ഇന്ത്യയുടെ പതനം ആഗ്രഹമുള്ളതിനാൽ ചാങ് ഠാക്കൂറിനെ ലീക്ക് പരിചയപ്പെടുത്തുന്നു. ഠാക്കൂർ ലീയുടെ കയ്യിൽ നിന്ന് വൈറസ് വാങ്ങി മഹാകുംഭമേള നടക്കുന്ന ഗംഗാ നദിയിൽ കലർത്തുന്നു. വെള്ളത്തിൽ വൈറസ് പടരുന്നു. ഗംഗയിൽ കുളിച്ചവരെല്ലാം കുറച്ചു കഴിഞ്ഞപ്പോൾ ബോധം കെട്ട് നിലത്ത് വീഴാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. കുളിച്ചവരെല്ലാം ഓരോരുത്തരായി നിലംപൊത്തുന്നു. സംഭവിച്ചതെല്ലാം പ്രധാനമന്ത്രി അറിയുന്നു. സയന്റിസ്റ്റുകൾ പരിശോധിച്ചപ്പോൾ അതൊരു വൈറസ് ആണെന്ന് കണ്ടെത്തുന്നു. പക്ഷേ വൈറസ് എവിടെ നിന്ന് വന്നു എന്ന് ആർക്കും അറിയില്ല. ആളുകൾ മരിക്കുന്നത് കണ്ട ഠാക്കൂർ സന്തോഷിക്കുന്നു. അയാൾ ഉടൻ തന്നെ ജനങ്ങളുടെ അടുത്തേക്ക് വന്ന് ദുഃഖിക്കുന്നതായി അഭിനയിക്കുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും രക്ഷിക്കാൻ ദൈവം വരും, ദൈവമെല്ലാം നോക്കിക്കോളും എന്ന് അയാൾ പറയുമ്പോൾ തന്നെ കൂടുതൽ ആളുകൾ മരിക്കുന്നു. ഇതൊരു നല്ല സമയമായി കണ്ട് ഠാക്കൂർ ഉടൻ തന്നെ ഒരു പ്രസ് മീറ്റ് വിളിക്കുന്നു. ദൈവത്തെക്കുറിച്ച് അയാൾ സംസാരിക്കുന്നു. നമുക്ക് നല്ലത് വരും എന്ന് കരുതി നമ്മൾ ഗംഗയിൽ കുളിച്ചു, പക്ഷെ എന്ത് സംഭവിച്ചു? നമ്മുടെ ജീവൻ പോയി. ദൈവം എന്നൊരാൾ സത്യമായിട്ടുമുണ്ടെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ വരില്ലായിരുന്നു. ദൈവം വന്നിട്ടില്ലെങ്കിൽ അതിനർത്ഥം ദൈവമില്ല എന്നല്ലേ എന്ന് ഠാക്കൂർ പറയുന്നു. അങ്ങനെ ജനങ്ങളുടെ മനസ്സിലെ ഭക്തിയെ അയാൾ ഇല്ലാതാക്കുന്നു. ഠാക്കൂർ പറഞ്ഞത് കേട്ട് ദൈവം സത്യമായും ഇല്ലായിരിക്കും എന്ന് കരുതി ജനങ്ങളെല്ലാം ഠാക്കൂറിനെ പിന്തുണയ്ക്കാൻ തുടങ്ങി. അമ്പലങ്ങളിൽ പോകുന്നതും വീട്ടിലെ പൂജകളും എല്ലാം അവർ നിർത്തി. വീട്ടിൽ സ്ത്രീകൾ പൂജ ചെയ്യുമ്പോൾ ഭർത്താക്കന്മാർ അവരെ ചീത്ത പറയുന്നു. ദൈവമില്ല, പിന്നെന്തിനാണ് ഈ പൂജകൾ എന്ന് ചോദിച്ച് അവരെ വഴക്ക് പറയുന്നു. ദൈവത്തിൽ വിശ്വസിച്ചവർ ഒറ്റരാത്രി കൊണ്ട് മാറുകയാണ്. ഇതെല്ലാം കാണുന്ന പ്രധാനമന്ത്രിക്ക് ഠാക്കൂറിനോട് കലിയിളകുന്നു. എന്തിനാണ് ഠാക്കൂർ ഇതെല്ലാം ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ലെങ്കിലും അയാൾ എന്തോ കുഴപ്പമുണ്ടാക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രിക്ക് ഉറപ്പാണ്. ഉടൻ തന്നെ വൈറസിന്റെ സാമ്പിളുകൾ ഇന്ത്യയിലെ എല്ലാ ലാബുകളിലേക്കും അയച്ച് വാക്സിൻ കണ്ടുപിടിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഇവിടെ ലാബിൽ ജോലി ചെയ്യുന്ന അർച്ചന ഇന്ത്യയിൽ വൈറസ് പടർന്ന വിവരം അറിയുന്നു. ലാബിലുള്ളവരോട് വൈറസിനെ കുറിച്ച് പറഞ്ഞ് എങ്ങനെയെങ്കിലും വാക്സിൻ കണ്ടെത്തണമെന്ന് അവൾ ആവശ്യപ്പെടുന്നു. അപ്പോഴാണ് അവർ സൈനികർക്ക് വേണ്ടി ഉണ്ടാക്കിയ ബയോഷീൽഡിനെ കുറിച്ച് ഓർമ്മ വരുന്നത്. ഇപ്പോൾ അത് ഉപയോഗിക്കാൻ അവർ തീരുമാനിക്കുന്നു. പക്ഷേ അവർ അത് മനുഷ്യരിൽ പരീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് അത് റിസ്ക് ആകാൻ സാധ്യതയുണ്ടെന്ന് അർച്ചന കരുതുന്നു. അതുകൊണ്ട് മറ്റാർക്കും നൽകാതെ ആദ്യം വൈറസ് ഇഞ്ചക്ഷൻ അർച്ചന സ്വീകരിക്കുന്നു. അതിനുശേഷം ജനനി അവർ ഉണ്ടാക്കിയ ബയോഷീൽഡ് വാക്സിൻ അർച്ചനക്ക് നൽകുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വാക്സിൻ വിജയിച്ചെന്ന് മനസ്സിലാക്കുന്നു. ലാബിലുള്ളവരെല്ലാം സന്തോഷിച്ചു. ഉടൻ തന്നെ വാക്സിൻ ഇന്ത്യ മുഴുവൻ എത്തിക്കാൻ അവർ ശ്രമിക്കുമ്പോഴാണ് ഠാക്കൂറിന്റെ ആളുകൾ വന്ന് സൈനികരെ കൊന്ന് വാക്സിൻ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത്. അർച്ചന വേഗം വാക്സിൻ ജനനിക്ക് നൽകി എങ്ങനെയെങ്കിലും ജനങ്ങളെ രക്ഷിക്കാൻ പറയുന്നു. അപ്പോഴേക്കും അർച്ചനയ്ക്ക് വെടിയേറ്റിട്ടുണ്ടാകും. അവൾ മരിക്കുകയാണെങ്കിൽ പോലും ജനനിയെ ലാബിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞയക്കുന്നു. ജനനി വാക്സിനുമായി പോയ ശേഷം റൌഡികൾ അർച്ചനയെ കൊന്ന് ജനനിയെയും കൊല്ലാൻ പിന്നാലെ പോകുന്നു. ജനനി അപകടത്തിലാണെന്ന് അഖണ്ഡയ്ക്ക് മനസ്സിലാകുന്നു. ഉടൻ തന്നെ തപസ് നിർത്തി മിന്നൽ വേഗത്തിൽ ജനനിയുടെ അടുത്തേക്ക് വന്ന് അവളെ രക്ഷിക്കുന്നു. അതിനുശേഷം അവിടെയുള്ള എല്ലാവരുമായി ഫൈറ്റ് ചെയ്യുന്നു. അഖണ്ഡയുടെ ഫൈറ്റ് സീക്വൻസ് അടിപൊളിയാണ്. ഒരു റൌഡിയെ പിടിച്ച് തലകീഴായി തൂക്കി ജനനിക്ക് ദൃഷ്ടി മാറ്റുന്നു. അപ്പോഴാണ് അഖണ്ഡയ്ക്ക് ഇപ്പോൾ ഒരുപാട് ശക്തികൾ ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കുറച്ചു സമയത്തിന് ശേഷം ഠാക്കൂർ വന്ന് നോക്കുമ്പോൾ അയാളുടെ അനിയൻ മരിച്ചു കിടക്കുന്നത് കാണുന്നു. ഠാക്കൂർ വല്ലാതെ വിഷമിക്കുന്നു. ആ സമയം തന്നെ താന്ത്രികനായ നേത്ര അവിടേക്ക് എത്തുന്നു. ഭീകരനായ നേത്രയെ കണ്ട് ഠാക്കൂർ പേടിക്കുന്നു. അപ്പോൾ നേത്ര മരിച്ച ഠാക്കൂറിന്റെ അച്ഛന്റെ കഥ പറയുന്നു. ഫ്ലാഷ് ബാക്കിൽ ഠാക്കൂറിന്റെ അച്ഛൻ പ്രധാനമന്ത്രിയാകാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കാരണം പറ്റിയില്ലെന്ന് കാണിക്കുന്നു. അതുകൊണ്ട് നേത്രയെ കണ്ട് പ്രധാനമന്ത്രിയാകാൻ സഹായിക്കാൻ ആവശ്യപ്പെടുന്നു. നേത്ര സമ്മതിക്കുന്നു. പക്ഷെ അപ്പോൾ അയാളുടെ കയ്യിൽ ശക്തി കുറവാണ്. അതുകൊണ്ട് 8 ബ്രാഹ്മണ കുട്ടികളെ ബലി കൊടുത്ത് അഷ്ടപിശാചുക്കളെ നിയന്ത്രിച്ച് ശക്തനാകാൻ നേത്ര പ്ലാൻ ചെയ്യുന്നു. നേത്രയുടെ പ്ലാൻ ഇയാളെ പ്രധാനമന്ത്രിയാക്കിയ ശേഷം രാജ്യം നേത്രയുടെ കൺട്രോളിലാക്കാനാണ്. ഉടൻ തന്നെ നേത്രയുടെ ആളുകൾ ബ്രാഹ്മണ കുട്ടികളെ കൊണ്ടുവന്ന് ഭീകരമായ പൂജകൾ ചെയ്ത് അവരെ ബലി കൊടുത്താൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് അഖണ്ഡ അവിടെ കൊടുങ്കാറ്റ് പോലെ എത്തുന്നത്. കുട്ടികളെ രക്ഷിച്ച ശേഷം അവിടെയുള്ള എല്ലാവരെയും തീർക്കുന്നു. നേത്രയും അഖണ്ഡയുമായി ഫൈറ്റ് ചെയ്യുന്നു. അവിടെ ഠാക്കൂറിന്റെ അച്ഛനെ കൊന്ന ശേഷം നേത്രയെയും അഖണ്ഡ കുത്തുന്നു. നേത്ര മരിച്ചെന്ന് കരുതി അഖണ്ഡ അവിടുന്ന് പോകുന്നു. പക്ഷേ നേത്ര മരിക്കുന്നില്ല. അഖണ്ഡയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി പിശാചുക്കളെ തന്റെ വരുതിയിലാക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഠാക്കൂറിന്റെ അടുത്ത് വന്ന് നടന്നതെല്ലാം പറയുന്നത്. മറ്റൊരു വശത്ത് അഖണ്ഡ അമ്പലത്തിൽ പോയി ദീപം കത്തിച്ച ശേഷം ജനങ്ങളോട് സംസാരിക്കുന്നു. ദൈവത്തെക്കുറിച്ചും സനാതന ധർമ്മത്തെക്കുറിച്ചും പറയുന്നു. അതുപോലെ ജനങ്ങൾ നശിപ്പിച്ച പ്രകൃതിയെക്കുറിച്ചും പറയുന്നു. ദൈവം നിങ്ങൾക്ക് ഒരിക്കലും ദോഷം ചെയ്യില്ല. നിങ്ങൾ തന്നെയാണ് ഭൂമിയെ നശിപ്പിക്കുന്നത്. നിങ്ങളെപ്പോലുള്ളവരുടെ മുന്നിലേക്ക് ദൈവം എങ്ങനെ വരും എന്ന് ചോദിച്ച് അഖണ്ഡ അവിടുന്ന് പോവുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ നേത്ര വീണ്ടും അഖണ്ഡയുടെ അടുത്തേക്ക് വന്ന് പ്രശ്നമുണ്ടാക്കുന്നു. ഈ തവണ നേത്ര പലതരം ക്രീച്ചേഴ്സിനെ കൊണ്ടുവന്ന് അഖണ്ഡയുടെ നേർക്ക് വിടുന്നു. എങ്കിലും അഖണ്ഡയെ അവയ്ക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവയെല്ലാം അഖണ്ഡ നിഷ്പ്രയാസം തകർത്തെറിയുന്നു. അതിനുശേഷം ഹനുമാന്റെ ഗദയെടുത്ത് അഖണ്ഡ ഹനുമാനെ പോലെ നേത്രയുമായി ഫൈറ്റ് ചെയ്യുന്നു. അതോടെ നേത്രയുടെ ശരീരത്തിലുള്ള പിശാചുക്കളെല്ലാം വിട്ടുപോവുകയാണ്. നേത്ര ചാവുന്നതുവരെ അഖണ്ഡ അയാളെ തല്ലുന്നു. നേത്ര മരിച്ചെന്ന് മനസ്സിലാക്കിയ ശേഷം അഖണ്ഡ ഒന്ന് ശാന്തനാകുന്നു. അപ്പോഴാണ് അഖണ്ഡ തന്റെ അമ്മ മരിച്ച വിവരം അറിയുന്നത്. ഉടൻ തന്നെ ജനനി അഖണ്ഡയുടെ അടുത്തേക്ക് വന്ന് ബാബ, നിങ്ങൾ വേഗം അമ്മയുടെ അടുത്തേക്ക് പോകണം. അവരെ അവസാനമായിട്ടെങ്കിലും ഒന്ന് കണ്ടിട്ട് വരൂ എന്ന് പറയുന്നു. എന്നിട്ടും അഖണ്ഡ അവിടേക്ക് പോകാതെ അമ്പലത്തിൽ തന്നെ ഇരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് മുരളി അമ്മയുടെ ചിതയ്ക്ക് തീ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നു. അപ്പോഴാണ് അഖണ്ഡ വന്ന്
വന്ന് അമ്മയ്ക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുന്നത്. അതിനുശേഷം അമ്മയെ വണങ്ങി അവിടുന്ന് പോകുന്നു. യഥാർത്ഥത്തിൽ അമ്മയെ അവസാനമായി കാണാൻ വന്നത് അഖണ്ഡയായിരുന്നില്ല. സാക്ഷാൽ മഹാദേവൻ തന്നെയാണ് അഖണ്ഡയുടെ സ്ഥാനത്ത് വന്ന് കർമ്മങ്ങൾ ചെയ്തു പോവുകയാണ്. അപ്പോൾ അഖണ്ഡയുടെ അമ്മയുടെ ആത്മാവ് ശിവനോട് സംസാരിക്കുന്നു. പരമേശ്വര, എന്റെ അന്ത്യകർമ്മങ്ങൾക്ക് നിങ്ങൾ വന്നതാണോ എന്ന് അവർ അത്ഭുതപ്പെടുന്നു. അതെ അമ്മേ, അഖണ്ഡ എന്റെ പ്രിയപ്പെട്ട ഭക്തനാണ്. ധർമ്മം കാക്കാൻ പോയതുകൊണ്ടാണ് അവന് വരാൻ കഴിയാതിരുന്നത്. അതുകൊണ്ട് എന്റെ ഭക്തനു വേണ്ടി ഞാൻ സ്വയം വന്നതാണ്. മാത്രമല്ല, നീ എന്നെ തന്നെയാണ് എന്നും ധ്യാനിച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ വരാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് ശിവൻ പറയുന്നു. ദൈവത്തിൽ വിശ്വസിക്കാത്ത ജനനിക്ക് ദൈവമുണ്ടെന്ന് മനസ്സിലാകുന്നത് ഈ സമയത്താണ്. അഖണ്ഡ അമ്പലത്തിൽ ഇരിക്കുന്നുണ്ടല്ലോ, പക്ഷേ വീട്ടിൽ നിന്ന് വന്ന ഒരാൾ അഖണ്ഡ വന്ന് അമ്മയുടെ ദഹന സംസ്കാരങ്ങൾ ചെയ്തെന്ന് പറയുന്നു. ബാബ ഇവിടെ ഇരിക്കുന്നു, പിന്നെ അവിടേക്ക് പോയത് ദൈവമായിരുന്നു എന്ന് അവൾ ഞെട്ടലോടെ മനസ്സിലാക്കുന്നു. ഉടൻ തന്നെ അഖണ്ഡയുടെ അടുത്തേക്ക് ചെന്ന് നമസ്കരിച്ച് ദൈവത്തിൽ വിശ്വസിക്കാത്തതിന് ക്ഷമ ചോദിക്കുന്നു. മറ്റൊരു വശത്ത് ഠാക്കൂർ ചാങ്ങിന്റെ അടുത്ത് പോയി അവരുടെ പ്ലാൻ നിർത്താൻ ആവശ്യപ്പെടുന്നു. ഠാക്കൂർ ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിലും അഖണ്ഡയുടെ രൂപത്തിൽ അതിന്റെ ശക്തി അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് ഇന്ത്യയെ വിടാൻ പറയുന്നു. എന്നിട്ടും ലീ സമ്മതിക്കുന്നില്ല. കൈലാസ പർവ്വതത്തെ നശിപ്പിക്കാനാണ് അയാളുടെ അടുത്ത നീക്കം. അപ്പോഴാണ് അഖണ്ഡ അവിടെ എത്തുന്നത്. അവിടെയുള്ള ചൈനീസ് ആർമിയെ അഖണ്ഡ അടിച്ചു ചതയ്ക്കുന്നു. എത്ര സൈനികർ വന്നിട്ടും ആർക്കും അഖണ്ഡയൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ചാങ് ഉണ്ടാക്കിയ റോബോട്ടുകൾ വന്ന് അഖണ്ഡയുമായി ഫൈറ്റ് ചെയ്യുന്നു. റോബോട്ടുകളുടെ ശക്തിയിൽ അഖണ്ഡയ്ക്ക് ചെറുതായി ക്ഷീണം വരുന്നു. എങ്കിലും ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി അഖണ്ഡ ക്ലോണുകളെ അയച്ച് റോബോട്ടുകളെ നശിപ്പിക്കുന്നു. അതിനുശേഷം ഡാൻസ് ചെയ്തുകൊണ്ട് ലീയെ കൊല്ലുന്നു. ചാങ്ങിനെയും ഇല്ലാതാക്കുന്നു. അവിടെയുണ്ടായിരുന്ന ഠാക്കൂറിനെ മാത്രം ജീവനോടെ വിടുന്നു. കാരണം ഠാക്കൂർ ഇപ്പോൾ നല്ലവനായി മാറിയിരിക്കുന്നു. ജനങ്ങളോട് ദൈവം ഉണ്ടെന്ന് പോയി പറയണം എന്ന് അഖണ്ഡ പറഞ്ഞിട്ട് അയാളെ വിടുന്നു. അതിനുശേഷം വാക്സിൻ ഇന്ത്യയിലുള്ള എല്ലാവർക്കും നൽകുന്നു. ജനങ്ങളെല്ലാം വീണ്ടും ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുന്നു. എല്ലാ ദിവസവും പൂജകൾ ചെയ്യുന്നു. അഖണ്ഡ വീണ്ടും ഹിമാലയത്തിലേക്ക് മടങ്ങുന്നു. ഇവിടെ വെച്ച് സിനിമ അവസാനിക്കുന്നു കൂട്ടുകാരെ.